إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وعلى أصحابه وأحبابه وأتباعه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن أحسن الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا فاغفر لنا إنك على كل شيء قدير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها المؤمنون والمؤمنات ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ച് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുവാൻ എൻ്റെ സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം മനുഷ്യരാണ്. മനുഷ്യപ്രകൃതത്തിന് തന്നെ തെറ്റ് ചെയ്യുന്ന പ്രകൃതിയോട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരാണ്. ഉത്കൃഷ്ടരായിട്ടുള്ള സൃഷ്ടിയായ മനുഷ്യൻ തന്നെ തെറ്റ് ചെയ്യുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെയും തിരുനബിയുടെ വചനങ്ങളിലൂടെയും നമ്മൾക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ വ ഖൈറു ഖത്താഊന അത്തവ്വാബൂൻ. ആദം സന്തതികളെല്ലാം തന്നെ തെറ്റ് ചെയ്യുന്നവരാണ്. ആദം സന്തതികൾ എന്നാണ് പറഞ്ഞത്, അതിൽ എല്ലാ മക്കളും പെടും. ആദം അലൈഹിസ്സലാമിൻ്റെ എല്ലാ സന്താന പരമ്പരകളിൽപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, കുല്ലു ബനി ആദം ഖത്താ വ ഖൈറു ഖത്താഊന അത്തവ്വാബൂൻ. മനുഷ്യ പ്രകൃതമുണ്ടോ അവൻ തെറ്റ് ചെയ്തിരിക്കും. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, വഖൈറു ഖത്താഊന അത്തവ്വാബൂൻ, ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ്. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. വന്നുപോയ തെറ്റിൽ നിന്നും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബൂന വ യുഹിബ്ബുൽ മുതതഹ്ഹറൂൻ. അള്ളാഹു ഖേദിച്ച് മടങ്ങുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരാൾ ഖേദിച്ച് മടങ്ങുമ്പോൾ അവൻ തെറ്റ് ചെയ്തവനല്ലേ, ഇനി അവന് പാപമോചനമില്ല എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്തവൻ തെറ്റിൽ നിന്നും ഖേദിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വളരെയധികം ഇഷ്ടപ്പെടുകയും അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തെറ്റിന് പ്രായശ്ചിത്തം നൽകുന്നതോട് കൂടി തന്നെ
അവൻ ചെയ്ത തെറ്റുകൾ നന്മയാക്കി മാറ്റി മറിച്ചു കൊടുക്കുമെന്ന് വരെയുള്ള സന്തോഷ വാർത്ത അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് അറിയിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നു സഹോദരന്മാരെ, പക്ഷെ ആ തെറ്റ് ഒരു തെറ്റായിക്കൊണ്ട് അള്ളാഹു കണക്കാക്കാതെ പശ്ചാത്തപിച്ച് മടങ്ങിയ ആ അടിമക്ക് അള്ളാഹു അത് നന്മയാക്കി മാറ്റിമറിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നോക്കുക, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാന. ഇല്ലാ മൻ താബ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. എന്താണ് പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ചു തേടരുത്. വല്ലദീന ലാ യദഊന മഅല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരെയും നമ്മൾ വിളിച്ചു തേടാൻ പാടില്ല. അതാരാണെങ്കിലും, ഔലിയാണെങ്കിലും മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിജാലകളിൽ ആരെയും തന്നെ നമ്മൾക്ക് വിളിച്ചു തേടാൻ അനുവാദമില്ല. അതിനാണ് കൊടിയ ശിർക്ക് എന്ന് പറയുന്നത്, ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് അള്ളാഹുവിലാണ് സമർപ്പിക്കേണ്ടത്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ പരിപാലിച്ച് പോറ്റി വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിലാണ് നമ്മൾ എല്ലാ ശരണവും പ്രാപിക്കേണ്ടത്. അവനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. അങ്ങനെ വിളിക്കാത്ത കൂട്ടരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഒരു ശരീരത്തെ നമ്മൾ ഒരിക്കലും വധിച്ചു കളയരുത്. ഒരിക്കലും അള്ളാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ വധിച്ചു കളയാൻ പാടില്ല. അത് കൊടിയ പാപമായിക്കൊണ്ടാണ് അള്ളാഹു കണക്കാക്കുന്നത്. വലാ യസ്നൂൻ, അതുപോലെ തന്നെ നീചകൃത്യങ്ങളിൽ ഒരിക്കലും അവൻ പങ്കാളിയാവാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ ആ തെറ്റ് അത് യൗമുൽ ഖിയാമത്തിൽ അവൻ കണ്ടുമുട്ടും. യൗമുൽ ഖിയാമത്തി യഖ്ലുദു ഫീഹി മുഹാന, അവൻ അത് യൗമുൽ ഖിയാമത്തിൽ അവൻ ചെയ്ത ആ തെറ്റിന്റെ ആ കാഠിന്യം അവൻ മനസ്സിലാക്കും. അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതാണ് വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ യുളാഅഫു ലഹുൽ അദാബ്, യുളാഅഫു ലഹുൽ അദാബ്, അവന്റെ ശിക്ഷയെ ഇരട്ടിപ്പിച്ചു കൊടുക്കും അല്ലാഹു. വയൗമുൽ ഖിയാമത്തി യഖ്ലുദു ഫീഹി മുഹാന, അത് എന്നെന്നും അവൻ അതിൽ ശാശ്വതമായിക്കൊണ്ട് തന്നെ ആ തെറ്റിൽ അവൻ ആ ശിക്ഷയിൽ അവൻ ഭവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. പക്ഷെ അള്ളാഹു സാന്ത്വനത്തിന്റെ ഒരു വാക്ക് അതിന്റെ ശേഷം നമ്മളോടെല്ലാവരും പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ മുഖ്യമായിട്ടുള്ള വിഷയവും. പടച്ചവൻ പറയുന്നു ഇല്ലാ മൻ താബ, ഇതെല്ലാം പ്രവർത്തിച്ചിട്ടും, ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച ആള് ശിക്ഷ കഠിനമായി കൊണ്ട് അവന് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, ഇല്ലാ മൻ താബ, അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, വആമന വഅമില സ്വാലിഹൻ, അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അവന്റെ എല്ലാ തിന്മകളെയും സയ്യിആതിഹിം, അവരുടെ തിന്മകളെ എല്ലാം തന്നെ ഹസനാത്ത്, നന്മയാക്കിക്കൊണ്ട് മാറ്റിമറിക്കും. അവൻ കൊല ചെയ്തതും അവൻ വ്യഭിചരിച്ചതും അവൻ കളവ് പറഞ്ഞതും അന്ന് വേണ്ട അള്ളാഹുവും റസൂലും അനുവദിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവിന് ശിക്ഷയ്ക്ക് പാത്രീഭവിക്കേണ്ടിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അവന് മുക്തി നേടുകയും ആ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ അള്ളാഹു നന്മയാക്കി മാറ്റിമറിച്ചു കൊടുക്കുകയും ചെയ്യും. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു തീർച്ചയായും കരുണാനിധിയും ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. തീർച്ചയായും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ്, അത് തന്നെയുമല്ല, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു അടിമ ദുനിയാവിൽ നിന്ന് തന്നെ അവന് പൊറുക്കലിനെ തേടുന്നതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തരികയാണ്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ കാര്യം സൂറത്ത് നൂഹിൽ നമുക്ക് നോക്കിയാൽ കാണാം. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറ, നിശ്ചയമായും അവൻ എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ്.
യുർസിലു സ്സമാ അലൈക്കും മിദ്റാറ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്, പ്രയോജനം എന്താണ്? പാരത്രിക മോക്ഷം കൂടാതെ ദുനിയാവിൽ നിന്ന് തന്നെ യുർസിലു അലൈക്കും മിദ്റാ, നിങ്ങൾക്ക് അള്ളാഹു മഴയെ വർഷിപ്പിച്ചു തരും. നിങ്ങൾക്ക് പാപമോചനത്തിന്റെ ഫലമായി കൊണ്ട് മഴയെ വർഷിപ്പിച്ചു തരും. അത് തന്നെയുമല്ല, വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സന്താനങ്ങളെയും നിങ്ങൾക്ക് സമ്പത്തിനെയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അത് മാത്രവുമല്ല നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളെയും അരുവികളെയും നൽകുന്നതാണ്. ഇവിടെ ജന്നാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അരുവികളെയും തോട്ടങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ പാപമോചനം തേടിയാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് പറയുന്നത്. പാപങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുകയില്ല എന്നാണ് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നിൽക്കുകയാണ്. കാരണം റഹ്മത്താണ് ഈ മഴ. മഴ എന്ന് പറയുന്നത്, മഴയെ പറ്റി ഖുർആനിൽ തന്നെ റഹ്മത്ത് എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ആ റഹ്മത്ത് അള്ളാഹു പാപികൾക്ക് തടഞ്ഞു വെക്കുമെന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ഒരു സംഭവമുണ്ട്. മഴ വർഷിക്കാതിരുന്നപ്പോൾ എല്ലാവരും ചേർന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തു, ഞാൻ മഴയെ തടഞ്ഞു നിൽക്കാനുള്ള കാരണം നിങ്ങളിൽ ഒരു പാപിയായ മനുഷ്യനുണ്ട്. ആ പാപിയായ മനുഷ്യനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു തടഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താലും ആ സമൂഹത്തിൽ എല്ലാവർക്കും അതിന്റെ ശിക്ഷ വന്നെത്തും എന്നുള്ളതിനുള്ള തെളിവാണത്. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അൽ ഉഖൂബ ആമ്മ അർ റഹ്മ ഖാസ, റഹ്മത്ത് അത് പ്രത്യേകമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഒരു തിന്മയാണ് ആ സമൂഹത്തിൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലനം എല്ലാവരിലും പ്രകടമാകുന്നതാണ്. അപ്പോൾ മൂസാ നബിയോട് ഈ വിവരം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ സമൂഹത്തിനോട് അത് അറിയിച്ചു കൊടുത്തു, നിങ്ങളിൽ പാപിയായ ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണ് മഴ വർഷിപ്പിക്കാതെ ഇരുന്നത് എന്ന്. മൂസാ നബി ഇത് പറയുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ വർഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോട് മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവേ, നീയല്ലേ പറഞ്ഞത് ഒരു പാപിയായ മനുഷ്യൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ടാണ് മഴ വർഷിക്കാതിരുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് മഴ വർഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പശ്ചാത്തപിച്ച് മടങ്ങി. ഞാനത് പറഞ്ഞ് നീ അത് അവരിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയും മഴയെ വർഷിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പാപിയായ മനുഷ്യനും പശ്ചാത്തപിച്ചതും ആരാണെന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, പടച്ചവന്റെ റഹ്മത്ത് തടഞ്ഞു നിൽക്കും, അള്ളാഹുവിന്റെ കാരുണ്യം നിന്നുപോകും. പക്ഷെ പശ്ചാത്തപിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഉപരിയായിക്കൊണ്ട് ഇഹപര നേട്ടങ്ങളാണ് ആ അടിമക്ക് അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അള്ളാഹു എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നവനാണ്. തീർച്ചയായും പടച്ചവനിലേക്ക് ഒരാൾ മടങ്ങിച്ചെല്ലുക, അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നത് പടച്ചവന് ഏറ്റവും അധികം ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് നല്ല ഒരു കഥയിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആ ആധിക്യം എങ്ങനെയാണെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ഒട്ടകവുമായി മരുഭൂമിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണ സാമഗ്രികളും എല്ലാവിധ സംവിധാനങ്ങളും ആ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു. അങ്ങനെ മരുഭൂമിയിലെത്തിയപ്പോൾ തളർന്ന് അദ്ദേഹം കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അവിടെ കാണുവാനില്ല. അദ്ദേഹം വളരെയധികം ദുഃഖിതനായി. ഇനി എന്ത് ചെയ്യും? ഈ മരുഭൂമിയിൽ എന്നെ രക്ഷിക്കാൻ ഇനി ആരുമില്ല. എൻ്റെ ഒട്ടകമാണെങ്കിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ ഒട്ടകവും ഒട്ടകത്തിലുള്ള എൻ്റെ എല്ലാ ഭാണ്ഡവും എൻ്റെ വെള്ളവും എൻ്റെ ഭക്ഷണപാനീയങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ അദ്ദേഹം ദുഃഖിതനായിക്കൊണ്ട് വീണ്ടും ആ തളർച്ചയിൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകമത അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. എല്ലാ സാധനങ്ങളും, അദ്ദേഹത്തിന്റെ വെള്ളവും ഭക്ഷണ സാമഗ്രികളും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് അത് ഒട്ടകം മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് താൻ മരണത്തിന്റെ വക്കിലേക്ക് എത്തിപ്പോകുമോ
തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, എന്നെ ഇനി ആരാണ് രക്ഷിക്കുവാനുള്ളത് എന്നുള്ള ചിന്തയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ഒട്ടകവും എല്ലാം അള്ളാഹു വീണ്ടും കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ അടിമ സന്തോഷാധിക്യത്താൽ പറഞ്ഞുപോയി. എന്താണ് പറഞ്ഞത്? ആ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അന്ത അബ്ദി, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക് ഞാൻ നിന്റെ നാഥനും. ശരിക്കും അദ്ദേഹം പറയേണ്ടിയിരുന്നത് പെട്ടെന്നുള്ള ഇതിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് അല്ലാഹുമ്മ അന്ത റബ്ബി അന അബ്ദുക് എന്നാണ്. പടച്ചവനെ ഉറപ്പാണ്, എനിക്ക് നിന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നീ എന്റെ നാഥനാണ്. പക്ഷെ അയാളുടെ നാവിൽ നിന്ന് ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക് എന്ന് പറഞ്ഞുപോയി. അത്രയും ആഹ്ലാദത്തിന്റെ തിമർച്ചയിൽ അദ്ദേഹത്തിന്റെ വായയിൽ നിന്ന് വന്നിട്ടുള്ളത് കുഫ്രിയത്തിന്റെ വാക്കാണ്. അത്രയും ശ്രദ്ധിക്കാതെ നാവിൽ നിന്നും വന്നുപോയി. ആ സന്തോഷത്തിന്റെ ആധിക്യമാണ് അദ്ദേഹത്തിന്റെ അവിടെ പ്രകടമാകുന്നത്. ഇതിനേക്കാൾ സന്തോഷമാണ് സഹോദരീ സഹോദരന്മാരെ അള്ളാഹുവിലേക്ക് ഒരു അടിമ ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നത്. ഖേദിച്ചു മടങ്ങുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അതിന്റെ ആഹ്ലാദത്തിന്റെ ഒരു ചെറിയൊരു അംശം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നതാണ് പ്രവാചകൻ നമ്മൾക്ക് എടുത്തു കാണിച്ചത്. അപ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷത്തിന്റെ ആധിക്യം എത്രമായിരിക്കും നമ്മളെ കൊണ്ട് നിർവചിക്കാനാവുകയില്ല. എത്ര പാപം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്തു തരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമുണ്ട്. ബുഖാരിയിൽ തന്നെ ഉദ്ധരിച്ച ഹദീസാണത്. റിയാദുസ് സാലിഹീനിൽ നോക്കിയാൽ, പശ്ചാത്താപത്തിന്റെ ബാബിൽ നോക്കിയാൽ നമ്മൾക്കത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ പറയുക പ്രവാചകരെ, യാ ഇബാദിയല്ലദീന അസ്റഫു, അളവിൽ കൂടുതൽ, ഏറ്റവും കൂടുതൽ ആധിക്യമായിക്കൊണ്ട്, അസ്റഫു എന്ന് പറഞ്ഞാൽ ഇസ്രാഫ്, ദുർവ്യയം, അതായത് തിന്മയുടെ ആധിക്യത്താൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അടിമകളെ, യാ ഇബാദി, സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത് പാപികളെ. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് പാപം ചെയ്ത പാപികളായ എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരത്തോട് പാപം ചെയ്ത അടിമകളെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും പൊറുക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അള്ളാഹു ആണ് കരുണാനിധിയും എല്ലാം പൊറുക്കുന്നവനും. പടച്ചവൻ എത്ര വലിയൊരു സന്തോഷ വാർത്തയാണ് നമ്മൾക്ക് അറിയിക്കുന്നത്. പാപികളായ അടിമകളെ, നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു, എന്തെല്ലാമോ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത പാപത്തിന്റെ ഭാരം കൊണ്ട് ചില ആളുകൾ സംസാരിക്കാറുമുണ്ട്. ഇനി എനിക്ക് തൗബയുണ്ടോ, ഞാൻ ആകെ മോശക്കാരനായി, ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നവരോട് അള്ളാഹു സാന്ത്വനത്തിന്റെ വചനം ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശരാവരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ 99 ആളെ കൊല ചെയ്യുകയും ആ 99 ആളെ കൊല ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടാവുകയും അദ്ദേഹത്തിന് നന്നാവണം, ഞാൻ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഞാൻ 99 പേരെയാണ് വധിച്ചു കളഞ്ഞിട്ടുള്ളത്, ഒരാളെ 2 ആളെയോ അല്ല, അതുകൊണ്ട് തന്നെ ഈ 99 ആളെ കൊന്ന എനിക്കിനി പാപമോചനം ഉണ്ടാകുമോ? പക്ഷെ അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം ഒരു ആബിദായ മനുഷ്യന്റെ അടുത്ത് പോയി അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്ത്, ആരാധനാ കർമ്മങ്ങൾ ചെയ്ത്, അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് മുഴുകി ജീവിക്കുന്ന ആബിദിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊല ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പശ്ചാത്താപമുണ്ടോ അള്ളാഹുവിങ്കൽ? ആ ആബിദായ മനുഷ്യൻ, അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നില്ല, അദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആബിദും ആലിമും വ്യത്യാസമുണ്ട്. ആബിദായ ആ മനുഷ്യൻ പറഞ്ഞു, നീ ഒരാളെ തന്നെ കൊല ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സ്വർഗം ഹറാമാക്കുന്നതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വമൻ ഖതല നഫ്സൻ ഫഖദ് ഹറമ അലൈഹിൽ ജന്ന, ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ അവന് അള്ളാഹു സ്വർഗത്തെ ഹറാമാക്കി കളയുമെന്ന്. അതുകൊണ്ട് നീ 99 പേരെ വധിച്ച നീ ഇവിടെ വന്ന് തൗബക്ക് ചോദിക്കുകയോ, നിനക്ക് തൗബ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നിരാശ കൊണ്ട്, താങ്ങാൻ വയ്യാത്ത ദുഃഖഭാരം കൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ ആബിദിനെയും വധിച്ചു കളഞ്ഞു. അങ്ങനെ 100 പൂർത്തിയാക്കി. 99 പേരെ കൊന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ആ ആബിദ് നിരാശകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും വധിച്ചു കളഞ്ഞു.
അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പാണ്ഡിത്യം നേടുന്നത്, നമ്മൾ അറിവ് നേടുന്നത് ഒരു പണ്ഡിതനിൽ നിന്നായിരിക്കണം. താടിയും തൊപ്പിയും എല്ലാം വെച്ച് തോളിൽ പച്ച മുണ്ടും ചാർത്തിക്കൊണ്ട് നടക്കുന്ന ചില ആളുകളെ കണ്ടാൽ അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഫത്വ കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ വാക്കും വിഴുങ്ങുന്ന ഒരു സമൂഹം നമ്മളുടെ ഇടയിലുണ്ട്. അതല്ല വേണ്ടത്. പണ്ഡിതനാണോ, ഖുർആനും ഹദീസും അനുസരിച്ചാണോ അദ്ദേഹം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഒരാളിൽ നിന്നും ഒരു ഫത്വ, അവരിൽ നിന്നുമുള്ള ഒരു വാക്ക് നമ്മൾ പിൻപറ്റേണ്ടത്. പക്ഷെ അദ്ദേഹം നിരാശനായില്ല. 100 പേരെ കൊന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു ആലിമായ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. ആലിമായ മനുഷ്യനോട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലും സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിനക്ക് തൗബയുണ്ട്. എന്തുകൊണ്ടില്ല? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തീർച്ചയായും നീ നിൽക്കുന്ന ഈ നാട്ടിൽ എപ്പോഴും തിന്മ ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നാടാണ്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ നിന്ന് നീ നന്മയുടെ ഒരു രാജ്യമായ വേറൊരു സ്ഥലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ആ നന്മയുടെ രാജ്യത്തേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ നിയമം അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കുവാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നത്. മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ വരികയും ആ സമയത്ത് ഒരു നന്മ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ സാധാരണ റഹ്മത്തിന്റെ മലക്കും, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവരുടെ റൂഹിനെ അദാബിന്റെ മലക്കുമാണ് അവരുടെ റൂഹിനെ എടുക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ച് ആ റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ നന്മയുടെ മലക്കും, നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തിന്മയുടെ മലക്കും തർക്കമുണ്ടായപ്പോൾ നന്മയുടെ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ഇദ്ദേഹത്തെ നന്മയുടെ ഭാഗത്താണ് കാണുന്നത്. അദ്ദേഹം തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലിയീൻ എന്ന സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ 99 പേരെ മാത്രമല്ല ഒരു ആബിദിനെയും ചേർത്ത് 100 പേരെ കൊല ചെയ്ത ഇദ്ദേഹത്തിന് തൗബയില്ല, ഇദ്ദേഹം പാപിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റൂഹിനെ ഞങ്ങൾ സിജ്ജീൻ എന്ന നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും തർക്കിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു മധ്യസ്ഥം എന്ന നിലയിൽ അദ്ദേഹം നന്മയുടെ ഭാഗത്തേക്കാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ റഹ്മത്തിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകട്ടെ. അല്ല, അദ്ദേഹം ഇനിയും തിന്മയുടെ ഭാഗത്തേക്കാണ് അടുത്ത് നിൽക്കുന്നത്, നന്മയുടെ ഭാഗം ഇനിയും അദ്ദേഹം ദൂരം പിന്നിടുവാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിന്മയുടെ മലക്കുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ എടുത്തു കൊണ്ടുപോകട്ടെ എന്ന് തീരുമാനമാവുകയും അള്ളാഹുവിന്റെ അപാരമായ കരുണ കൊണ്ട് അദ്ദേഹം നടന്ന അടി അളന്നു നോക്കുകയും ഒരടി കൂടുതൽ നന്മയുടെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന്റെ കാലെടുത്ത് വെച്ചതായി കാണുകയും അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ പാപത്തെ പുറത്തു കൊടുക്കുകയും അദ്ദേഹം സ്വർഗസ്ഥനാവുകയും ചെയ്തു എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് വിവരിച്ചു തരികയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചവൻ എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ്. എല്ലാ പാപവും പൊറുക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. നമ്മൾ സാധാരണ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിന് പകരം ചില ആളുകൾ ചില മാലകളിലും ബൈത്തുകളിലും മൗലൂദുകളിലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് വരെ പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ചില പ്രവണതകൾ നമ്മൾ കാണാം. ഒരിക്കലും സഹോദരന്മാരെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അനുവദിച്ചതല്ല അത്. നമ്മളിവിടെ മൗലൂദ് ഓതുന്നത്, മറ്റുള്ള ബുർദ ചെല്ലുക, അങ്ങനെയുള്ള പാരായണങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് നിരോധിക്കുന്നത് എന്ന് വെച്ചാൽ പ്രവാചകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. അല്ലാഹുമ്മ റബ്ബന എന്നുള്ള പ്രാർത്ഥനയല്ലാതെ അള്ളാഹു വേറെ ആരെയും ചേർത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടുമില്ല. അങ്ങനെയുള്ള മൗലിദുകളും മാലകളും നമ്മൾ ചെല്ലുമ്പോൾ അതിൽ വരുന്ന അപകടകരമായിട്ടുള്ള ചില പദങ്ങളുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായി 1-2 മാലയുടെ ഭാഗങ്ങൾ ഞാൻ എത്തിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മങ്കൂസ് മൗലൂദിൽ എന്താണ് പറയുന്നത്? നമ്മളുടെ വീട്ടിലെല്ലാം ചിലപ്പോൾ കേൾപ്പിക്കാറുണ്ടാകും. അതിന്റെ അർത്ഥം എന്താണ്? അപകടകരമല്ലേ? ഇർത്തകബത്തു അലൽ ഖത്താ വൈറ അസിരിം വ അദദ്, കണക്ക് വിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പാപി എന്ന വാഹനത്തിൽ കയറിക്കൊണ്ടാണ് ഞാൻ പ്രവാചകരെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വൈറാസിര്യം വാദത്, അതിന്റെ കണക്കെത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്രയും പാപം ഏറിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യാ സയ്യിദി ഖൈറൻ നബി, യാ ഇലാഹി എന്നല്ല, എന്റെ നേതാവായ നബിയെ എന്നാണ് പാപങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നത്.
അതുപോലെ തന്നെ സർറഫനല മൗലൂദ് എന്ന ഒരു മൗലൂദുണ്ട്, നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മൾ മൗലൂദ് വിളിക്കുമ്പോഴും അവരെ കൊണ്ടത് ചെല്ലിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവർ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് ആ മാർഗത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരായിക്കൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്താമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എൻ്റെ സ്വന്തത്തോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, പടച്ചവനല്ലാതെ നമ്മളുടെ പാപത്തെ പുറത്തു തരുന്നവനില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരെ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം നടത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം 70 പ്രാവശ്യമെന്ന്, വേറെ ഒരു ഹദീസിൽ 100 പ്രാവശ്യം. ഒരു പാപവും ചെയ്യാത്ത ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ പാപത്തെയും വരാൻ പോകുന്ന പാപത്തെയും അള്ളാഹു പുറത്തു കൊടുത്തവനാണ്. അത്രയും പൊറുക്കപ്പെട്ടിട്ടുള്ള പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകർ വരെ ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും പാപമോചനം തേടുന്നുണ്ട് എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാം. സഹാബാക്കളും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹാബാക്കളും അള്ളാഹുവിനോട് പാപമോചനം തേടിയതും അവർക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തു കൊടുത്തിട്ട് പോലും ആ സ്വർഗം എനിക്ക് കിട്ടുമോ, ഞാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അധികാരപ്പെട്ടവനാണോ, അതിനെനിക്ക് അർഹതയുണ്ടോ എന്ന വ്യാകുലതയോടുകൂടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിരുന്നത് നമ്മൾക്ക് കാണാം. അപ്പോൾ സാധാരണക്കാരായ ഓരോ ദിവസവും അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഖേദിച്ചു മടങ്ങുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ പ്രാർത്ഥന. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ നേതാവ് എന്നാണ്, പാപമോചന പ്രാർത്ഥനയുടെ നേതാവ്. അത് പഠിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യണം. അറിവുള്ള ഉസ്താദന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ ആ പ്രാർത്ഥന മനഃപ്പാഠമാക്കുകയും എന്നും രാവിലെയും വൈകുന്നേരവും അത് നിർബന്ധമായും നമ്മൾ ചൊല്ലുകയും വേണം. പ്രവാചകൻ സഹാബാക്കൾക്ക് വളരെ കർശനമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് രാവിലെ ആരെങ്കിലും ചൊല്ലിയാൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ആരെങ്കിലും ചൊല്ലിയാൽ രാവിലെ ആകുമ്പോഴേക്കും അവൻ മരണപ്പെട്ടാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ കരസ്ഥമാക്കി കൊടുക്കുമെന്നാണ്. അത്രയും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതാണ് ആ പ്രാർത്ഥന. അതാണ് അള്ളാഹുവിനോട് എല്ലാ വിധത്തിലും കീഴ്വണങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇനി കുറഞ്ഞ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, പടച്ചവനെ നീയാണ് എൻ്റെ നാഥൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ ഒഴികെ വേറൊരു ഇലാഹുമില്ല. ഖലഖ്തനി വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയായിക്കൊണ്ട് നീ എന്നെ സൃഷ്ടിച്ചു. വഅന അഹ്ദിക മസ്തതഅതു, എന്നാൽ കഴിയുന്ന വിധത്തിൽ നിനക്ക് ഞാൻ അടിമപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെ തൊട്ടും നിന്നോട് ഞാനിതാ പൊറുക്കലിനെ തേടുന്നു, നിന്നോട് രക്ഷ തേടുന്നു.
അബൂഉ ലക ബിനിഅമതിക അലയ്യ, ഞാൻ നീ എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഏറ്റുപറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത്രത്തോളം ഉണ്ട്. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും നിന്റെ മുന്നിലേക്ക് ഞാൻ ഏറ്റുപറയുന്നു. ഫഗ്ഫിർ ലി, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അത് കാര്യം നീയല്ലാതെ ഒരു പാപവും പൊറുക്കുന്നവനില്ല, എല്ലാ പാപവും പൊറുക്കുന്നവൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എല്ലാവരും ഹൃദ്യസ്ഥമാക്കുകയും രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലുവാൻ മറക്കാതെ പഠിക്കുകയും ചെയ്യുക. മറ്റുള്ള പ്രാർത്ഥനകളും മറ്റുള്ള ദുആകളും ദിക്റുകളും എല്ലാം നമ്മൾ അള്ളാഹുവിനെ പ്രവർത്തിച്ചുകൊണ്ട് ചെല്ലേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവിധ പാപങ്ങളെയും പൊറുത്ത് അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളുടെ കൂട്ടുകുടുംബാദികളെയും നമ്മളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ് അവന്റെ കൃപ കടാക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളെയും പൊറുക്കുകയും അവരെ നമ്മളുടെ മരിച്ചുപോയ കൂട്ടുകുടുംബാദികളെയും ബന്ധുമിത്രാദികളെല്ലാവരെയും അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ സത്യവിശ്വാസികൾക്കും ശാന്തിയും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والكفار والمشركين، اللهم دمر أعداءك وأعداء الإسلام. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه وعلى آله وصحبه أجمعين.